ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ എല്ലാ ബുധനാഴ്ചകളും നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ സിസ്റ്റത്തെ കൃത്യമായിട്ട് നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള ഓരോ പഠനങ്ങൾ നടത്തുകയാണ്. അതിലൂടെ മൈൻഡ്ഫുൾ മെഡിറ്റേഷനും എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കാം എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ലൈഫ് ഒട്ടും മൈൻഡ്ഫുൾ അല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ അസ്വസ്ഥതകൾക്കൊക്കെ കാരണം. നമ്മൾ ഒരുപക്ഷെ പാസ്റ്റിലേക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ പ്രതീക്ഷയിലേക്കൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് ഈ നിമിഷത്തെ ഒരിക്കലും സന്തോഷപരമായി നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൈൻഡ്ഫുൾനെസ് ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന ആ പെർസ്പെക്റ്റീവിലേക്ക് നമുക്കെത്താൻ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് 88ാമത്തെ ക്ലാസ്സാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന തലത്തിൽ നിന്നുകൊണ്ട്. ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. എങ്കിലും സ്വല്പം കൂടെ ചേർന്ന് മുന്നോട്ട് പോകാം. സോ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ്റെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഇളങ്കോ സാറിനെയും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. സാറ് ഏകദേശം 1.5 വർഷമായി വളരെ കൃത്യമായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അനേകം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം സാറിൻ്റെ ആ പ്രാക്ടിക്കൽ വേ ഓഫ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൃത്യമായിട്ട് പറയാം. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനകരമാവും. So, Lango sir, you are welcome. Thank you, sir. Thanks a lot for giving me an opportunity to talk about mindfulness. Sir, mindfulness എന്ന് പറയുന്നത് സാറ് പറഞ്ഞ 88ാമത്തെ സെഷനിൽ എനിക്ക് റിയലി എക്സ്ട്രാർഡിനറി സന്തോഷമുണ്ട്. വി ആർ മൂവിങ് ഓൺ എ റൈറ്റ് ഡയറക്ഷൻ ഓഫ് തിങ്കിങ് അബൌട്ട് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്ന ഒരു 7 വാക്കുകളേ ഉള്ളൂ. പക്ഷെ 7 വാക്കിൽ നമ്മൾ എത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം സാബു സാർ പറഞ്ഞു നമ്മളതിൽ ഡിഫറെൻ്റ് തലങ്ങളെക്കുറിച്ച് ആലോചിച്ച് കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന പല ആൾക്കാരെ കൊണ്ട് പല വിദഗ്ധന്മാരെ കൊണ്ട് എടുക്കാമെന്ന്. ഐ ടെൽ യു, ഞാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് 12.5 or 13 years ആയി. ഞാൻ ശ്രീ ചിത്രയിലെ സിദ്ദിഖ് സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ തലയെ കൊണ്ട് കൊടുത്ത് ഗിനിയ പിഗായിട്ട് മാറി. അത് തന്നെ ഒരു 8 വർഷമോ 7.5 വർഷമായി. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒന്നുകൂടെ വായിച്ചപ്പോൾ മൈൻഡ്ഫുൾനെസ് ഈസ് സിമ്പിൾ. ഞാൻ എന്നും പറയുന്ന വാക്ക് പറയാം: ബി അവെയർ, അറ്റൻഡ്, ബി ഇൻ ദ പ്രസന്റ് മൂമെന്റ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്, വിത്ത് കമ്പാഷൻ. And what a line means, in case if something is there, have beginner's mind, let go. ഇപ്പൊ ഞാൻ ഇന്ന് ഇളങ്കോ അടുത്ത് ചോദ്യം ചോദിച്ച്, ഡിയർ ഇളങ്കോ, you are practicing mindfulness. Are you adopting these all words? I said yes. Then tell me what is mindfulness. എൻ്റെ സബ് കോൺഷ്യസ് എൻ്റെ കോൺഷ്യസ് എടുത്ത് ചോദിച്ചപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ആർ സ്റ്റേറ്റ് ആർ ബീയിങ് അവെയർ ആൻഡ് ഡൂയിങ് ദീസ് ഓൾ 7 words. ഓക്കെ, ഫൈൻ. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഫർദർ പറയുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള ആരടുത്തും ഒരു ചോദ്യം ചോദിക്കാം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഇതിൽ ബിഗിനേഴ്സ് മൈൻഡിന് പ്രാക്ടീസ് ചെയ്തോ? Is anybody out of these auspicious അല്ലെങ്കിൽ ഓഗസ്റ്റ് ഓഡിയൻസ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയാം? മൈൻഡ്ഫുൾനെസ് ഐ വിൽ ടെൽ യു, പലരും പല രീതിയിൽ പറഞ്ഞാലും സയൻസ് ബേസ്ഡ് ഈസ് ഓൺലി അവയർനെസ്. അവയർനെസ് ആണ് ഏറ്റവും വലിയ ഒരു വല്ലാത്ത ഒരു സാധനം. ഈ അവയർനെസ് ആകുമ്പോൾ ദെൻ വി അറ്റൻഡ് ചെയ്യുമ്പോൾ ആ പ്രസന്റ് മൂമെന്റിൽ അറ്റൻഡ് ചെയ്യുന്നു. ഫ്യൂച്ചറേയും പാസ്റ്റേയും കുറിച്ച് ലിങ്ക് ചെയ്യാതെ പോകുന്നു, അല്ലെങ്കിൽ ലിങ്ക് ചെയ്താലും അതിനെക്കുറിച്ച് വറി ചെയ്യുന്നില്ല. അപ്പം അതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി ഇല്ല, അതിനെക്കുറിച്ചുള്ള സ്ട്രെസ് ഇല്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ വി വിൽ എങ്ങനെ സ്ട്രെസ് വരാതിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൻസ് യു വിൽ നോട്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ സ്ട്രെസ് വരത്തില്ല. ഫണ്ടാസ്റ്റിക്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ then further
try to look at always at the beginner's mind. What is beginner's mind? എല്ലാ പ്രാവശ്യവും when I take a session, I should think that it's a new area where all the participants are very new, and I am talking very newly. I am talking afresh without having the link of last week. ഇങ്ങനൊക്കെ ഞാൻ കുറച്ചൊക്കെ ചിന്തിച്ചു നോക്കിയപ്പോൾ ഇളങ്കോ വാസ് ബീൻ ആസ്ക്ഡ് ബൈ ഇളങ്കോ ടു ഡു ബിഗിനേഴ്സ് മൈൻഡ്. അപ്പൊ ബിഗിനേഴ്സ് മൈൻഡിൽ ഒരു മൈൻഡ്ഫുൾനെസ് എടുക്കാവോ എന്ന് ഞാൻ എന്നെ ചോദിച്ചപ്പോൾ then I realized that whatever I thought till yesterday is not prejudgment. Yes, it is a prejudgment according to you. Then today I read about mindfulness once again. It stated that a mental state achieved by focusing one's awareness. എൻ്റെ അവയർനെസ്സിൽ എനിക്ക് കിട്ടിയ അച്ചീവ്മെൻ്റ് ആണ് എവിടെയാണ്? എൻ്റെ മെൻ്റൽ സ്റ്റേറ്റിൽ, ഓൺ ദ പ്രസന്റ് മൂമെന്റ്. എൻ്റെ ഇപ്പോൾ 7:16 എന്ന് പറഞ്ഞാൽ 7:16 കിട്ടുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റ് which is being achieved by my awareness on the present moment. അപ്പൊ എൻ്റെ ഈ മൊമെന്റിൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട്, ആ അച്ചീവ്മെന്റിന്റെ ഒരു അവയർനെസ്, ആ അവയർനെസ്സിൽ കൂടെ ഞാൻ എൻ്റെ മെന്റൽ സ്റ്റേറ്റിനെ ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റിയെടുക്കുന്നതാണ്. അത് എങ്ങനെയാണ് എടുക്കുന്നത്? അതിനെ എടുക്കുമ്പോൾ I became calmer and calmer and calmer. How can I become calmer? I have to acknowledge that ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. I have to accept that these many gentlemen or ladies are listening me. If not 100%, at least 80% they are listening എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ അക്നോളജ് ചെയ്യണം. ഞാൻ ഇത്രയും ചെയ്യുന്ന സമയത്ത്, ഞാൻ ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി ചെയ്യുമ്പോൾ I have to do it after awareness. ഈ അവയർനെസ്സിനെ കുറിച്ച് ഞാൻ ഒരുപാട് പല സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അവയർനെസ് എന്ന് പറയുന്നതിന് തന്നെ ഒരു ആദിയും അന്തമും കിട്ടാത്ത ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പം എത്ര പറഞ്ഞാലും അതിന് ആദിയും അന്തമും കിട്ടാത്തതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, when I have studied my PG diploma in mathematics, the second day my professor has asked, Ilango, get up. I got up and he asked me, see, look, I am in the left hand, I am having infinity. Right hand side, on right hand, I have some 10 lakhs, 10,000 plus 500. 10 lakh, 10,500. I am having it. I am mixing with this infinity. Then what will be the result? നമ്മൾ എല്ലാവരും അന്ന് വരെ ഞാൻ പഠിച്ചത് ഇൻഫിനിറ്റി പ്ലസ് എനിത്തിങ് ഇസ് ഇൻഫിനിറ്റി എന്ന്. അപ്പൊ I answered him as infinity, sir. No, look. Once again I say that എന്ന് പറഞ്ഞ് അദ്ദേഹം ക്വസ്റ്റ്യനെ റിപ്പീറ്റ് ചെയ്ത്. So in my left hand I am holding the quantum of infinity. I have kept some 10 lakh, 10,000 plus something. ഞാൻ ആഡ് ചെയ്ത്. You are again saying infinity. That means where is that 10 lakh and 10,000 plus something? ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, യെസ്, ബോത്ത് കനോട്ട് ബി സെയിം. ഞാൻ കൺഫ്യൂഷൻ ആയി സർ. I could understand that both are not same, but I am confused. Yes, ഞാൻ അതിനാണല്ലോ ഇവിടെ വന്ന് നിന്നെ കൺഫ്യൂസ് ചെയ്താൽ മാത്രമേ ആൻസർ റൈറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഫൈനലി ഹി ടോട്ട് മീ ഇൻഫിനിറ്റി പ്ലസ് സംതിങ് ഇസ് എപ്സിലോൺ. അന്ന് ഞാൻ പഠിച്ചതാണ്. പ്രോബ്ലി ഇറ്റ് വാസ് ഓൺ 1989 or 88, something that time. Okay. അപ്പൊ അതിന്റെ ബേസ് വെച്ചാണ് ഞാൻ ഈ അവയർനെസ്സിനെ ഒന്ന് ആലോചിക്കാൻ തുടങ്ങുകയാണ്. അവയർനെസ് ഇൻ ദ പ്രസന്റ് മൂമെന്റ്. പ്രസന്റ് മൂമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ സംഭവം, കുറച്ചു മുമ്പ് സംസാരിച്ചതും, കുറച്ചു മുമ്പ് ഡിസൈഡ് ചെയ്തതും, കുറച്ചു മുമ്പ് കിട്ടിയ ഓബ്ജക്റ്റീവും ഇപ്പോഴെടുക്കാവോ? നോ, cannot be. If it can't be, I have to redefine it. അപ്പൊ റീഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്തു, why can't I be beginner's mind? ബിഗിനേഴ്സ് മൈൻഡിലോട്ട് പോവുകയാണ്. ഞാൻ ഒന്നും അറിയാത്ത ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണർ ആണ്. ബട്ട് ഐ വാണ്ട് ടു നോ ദാറ്റ് വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ്.
അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ്ഫുൾനെസ്സിലോട്ട് ഞാൻ കയറിയപ്പോൾ ഞാൻ ഇന്ന് കുറച്ചൊക്കെ നെറ്റിലിരുന്ന് പതറി തപ്പി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ മെന്റൽ സ്റ്റേറ്റ് അച്ചീവ്ഡ് ബൈ ഫോക്കസിങ് വൺസ് അവയർനെസ് ഓൺ ദ പ്രസന്റ് മൂമെന്റ്. ആ പ്രസന്റ് മൂമെന്റ് എങ്ങനെ കിട്ടുന്നത്? വൈൽ കാംലി acknowledging and accepting one's feeling, thoughts and bodily sensation. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സോ അടുത്ത് ഞാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ 10 ലൈഫ് സ്കില്ലിൽ 8 ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എംപതി, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് 8 എണ്ണം കളഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലി എഫക്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സും കോപ്പിംഗ് വിത്ത് എമോഷനും. Why they talked only about coping with stress and coping with emotion, not any other feeling എന്ന് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൈൻഡ്ഫുൾനെസ് also teaching about the same area, one's own feeling or thoughts. Feeling means emotional output is feeling. So നമ്മൾ മൈൻഡ്ഫുൾ ആകുന്നോറും നമ്മുടെ ഫീലിംഗ് ആർ എമോഷൻസിനെ നമുക്ക് അവെയർ ആകാൻ പറ്റും, നമ്മുടെ തോട്ടിനെ കുറിച്ച് അവെയർ ആകാൻ പറ്റും. ബിയോണ്ട് ദാറ്റ് മൈ ബോഡി സെൻസേഷൻ ഇത്രയും വന്നു കഴിഞ്ഞാൽ സോ ലൈഫ് സ്കിൽസ് ബൈ ഡിഫാൾട്ട് ഐ ആം ഗോയിങ് ടു അച്ചീവ് ഇറ്റ് എന്നാണ് മൈൻഡ്ഫുൾനെസ് ഇൻഡയറക്ട്ലി സംസാരിച്ച് തരുന്നത്. ഇനി വേറൊരു ഏരിയയിൽ കൂടെ ഞാൻ വാട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഈസ് എ കോഗ്നിറ്റീവ് സ്കിൽ. Cognitive skill usually developed through meditation. So mindfulness is a cognitive skill developed through usually meditation. Then ഇവിടെ ഒരു 3 വാക്ക് എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി. ഒന്ന് കോഗ്നിറ്റീവ്, ഒന്ന് മെഡിറ്റേഷൻ, then one is developed. Okay, let me read out the full sentence. It's a cognitive skill usually developed through meditation of sustaining meta attention or continuous attention. You can take it like that. On the contents of one's own mind in the present moment. And further it has stated that mindfulness derived from Sati, a significant element of Hindu Buddhism tradition and based on Zen, Vipassana and Tibetan meditation techniques. So by and large, we have to go back in the beginner's mind, stating that what is mindfulness? It is getting awareness through meditation. Then what is meditation? We will go. Before we think that what is meditation, we will think that what is cognitive skill? Mindfulness is a cognitive skill. Cognitive is just being. Being means, ഞാൻ പണ്ട് ഒരു സെഷനിൽ പറഞ്ഞിരുന്നു, once again I shall repeat it. We have 2 type of activities. One is being mode, one is doing mode. നമ്മൾ ഒന്ന് ചെയ്യും, ഒന്ന് ബീയിങ്ങിലോട്ട് മാറും. ബീയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമാ നടൻ ഒരു പർട്ടിക്കുലർ റോളിനെ അഭിനയിച്ച് മാറുകയാണ്. അഭിനയിച്ച് മാറുക എന്ന് പറഞ്ഞാൽ കരയുന്ന ഒരു സീൻ എടുക്കുമ്പോൾ ഓക്കെ സ്റ്റാർട്ട് റോൾ എന്ന് പറയുമ്പോൾ ആ ആക്ടർ വെദർ ഫെമിനൈൻ ആർ മസ്കുലിൻ ഇമ്മീഡിയറ്റ്ലി കരഞ്ഞ് കണ്ണുനീര് ഇങ്ങനെ താഴെ വീഴുന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മുഖത്ത് തുടച്ച് അവർ ഫ്രീ ആയിട്ട് ഓക്കെ വെള്ളം അവിടെ എന്നൊക്കെ പറഞ്ഞ് നോർമലായിട്ട് ചോദിക്കുന്ന ആൾക്കാർ ഈസ് സെഡ് ടു ബി ഓൺ ഡൂയിങ് മോഡ്. അവർ ആവശ്യത്തിന് അനുസരിച്ച് അവരുടെ ബോഡി എമോഷനെ ടെമ്പററിലി ചേഞ്ച് ചെയ്യുന്നതാണ് ഡൂയിങ് മോഡ്. ബട്ട് എ പേഴ്സൺ ഓൺ ബീയിങ് മോഡ്, അവൻ ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഞാൻ വായിച്ചത് ഈ ദിലീപ് ഒരു പെൺവേഷം കെട്ടി ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഏതാണ് സർ സിനിമ അത്? ചാന്ത് പൊട്ട്. റൈറ്റ് ജസിന മാം, താങ്ക്സ് ലോട്ട്. ചാന്ത് പൊട്ട് കഴിഞ്ഞിട്ട് അങ്ങേര് 2 മാസമോ 3 മാസമോ ആയി നോർമൽ ബോഡി പോസ്റ്റേഴ്സിലോട്ട് മാറി വരാനെന്ന്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അവർ അതിന് മുമ്പേ തയ്യാറെടുത്ത് ആ ക്യാരക്ടറായിട്ട് മാറി അഭിനയിക്കുകയാണ്.
rather we should say that not അഭിനയം, അവർ അതിനകത്ത് മൂവ് ചെയ്യാണ്. ആ ക്യാരക്ടറിൽ നിന്ന് പിന്നെ പുറത്ത് ഇറങ്ങുന്നത് മൊമെന്ററിലി പോസിബിൾ അല്ല. ഇതാണ് നമ്മൾ നോർമലി കണ്ടത്. സോ ഇവിടെ ഞാൻ പറയുന്നത് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് അർത്ഥം തന്നെ ബീയിങ്. ബീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറുന്നതാണ്, അല്ലാതെ ആ മൊമെന്ററി മാത്രം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കോഗ്നിറ്റീവില് വരത്തില്ല. If in case cognitive means being or relating to or involving conscious, അതാണ് ഞാൻ പറഞ്ഞത്. ഇൻവോൾവിങ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം മനസ്സിലാക്കി അല്ലെങ്കിൽ അവെയറായി എൻ്റെ ബോഡി മാത്രമല്ല എൻ്റെ മൈൻഡും എൻ്റെ ലിങ്കും സിങ്ക്രണൈസ് ആയി ആ സെയിം ലെവലിൽ പോകുമ്പോൾ, സോ ഇൻവോൾവിങ് കോൺഷ്യസ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി, ഇൻവോൾവിങ് കോൺഷ്യസ് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി, ഇത്രയും ചെയ്താൽ മാത്രമേ നമ്മൾ കൊഗ്നിഷൻ ആകത്തുള്ളൂ. അപ്പൊ ആ കൊഗ്നിറ്റീവിന് എക്സാമ്പിൾ ആണ് തിങ്കിങ്, റീസണിങ്, റിമെമ്പറിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ടറായിട്ട് ലേമൻ ലാംഗ്വേജിലോട്ട് താഴോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇഫ് യു ആർ ഏബിൾ ടു തിങ്ക് ദാറ്റ് പർട്ടിക്കുലർ തിങ്, യു ആർ ഹാവിങ് കോഗ്നിറ്റീവ് സ്കിൽസ്. ഞങ്ങൾ സൈക്കോളജിയിൽ കൊഗ്നിറ്റീവ് ഇതിന് MSc മെന്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ എടുക്കുമ്പോൾ MSc എന്നാണ് പറഞ്ഞത്. MScയിൽ എടുക്കുമ്പോൾ ഈസി ഹാവിങ് കോഗ്നിഷൻ, യെസ്. അപ്പൊ രാവിലെ എന്ന് പറയും, ഇന്ന് 21-ാം തീയതി എന്ന് പറയും, ഇത് വൈകിട്ടാണെന്ന് പറയും, ഉച്ചയ്ക്ക് കഴിച്ചതൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചു എന്ന് പറയും. അതേപോലെ അവൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം he is relating rightly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ his cognitive skill is moving on the synchronized manner എന്ന് ഡിക്ലെയർ ചെയ്യും. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ I triggered my mindfulness behavior on beginner's mind. ബിഗിനേഴ്സ് മൈൻഡിൽ എടുത്തപ്പോൾ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്. ഇന്നലെ വരെ എനിക്ക് കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇന്നലെ വരെ എനിക്ക് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാ, അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ വായിച്ചപ്പോൾ ഐ ഗോട്ട് എ ഫണ്ടാസ്റ്റിക് thing, because I was having little bit knowledge in my hippocampus. Hippocampus is a library which is on the back side. Rather, initially we used to learn as a medulla oblongata. അതിനുശേഷം medulla oblongata മുകളിൽ ഉള്ള വലിയ ഏരിയ, ലൈബ്രറി ഏരിയ ആണ് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നത്. അല്ല, പ്രീഫ്രണ്ടൽ കോർട്ടക്സ് നെറ്റ് ഏരിയയുടെ ജസ്റ്റ് ബാക്കിൽ ഇരിക്കുന്നതാണ്. ആ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ് കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസിനെ അവയർനെസ്സും ചെക്ക് ചെയ്യുന്നതും അല്ലാതെ റൈറ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നതുമാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഈ ഏരിയയിൽ ഐ സ്റ്റാർട്ടഡ് once again analyzing in the beginner's mind. I have to think, I have to reason out, and I have to remember. If these things, if I do it on a right manner, I have cognitive skills. That means if I have a cognitive skill, I am already on the mindfulness. Means I started moving or progressing in the process of mindfulness. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത സാധനമല്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു വിപാസന ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു സെൻ ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു തിബത്യൻ മെഡിറ്റേഷനോ ഉള്ള ഒരു ഇംഗ്ലീഷ് സിനോണിം അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള ഒരു word which is to recognize these all things on meditation, means mindfulness. Then what is mindfulness? Mindfulness is a simple cognitive skill which will make you to be being mode. Then what is being mode? Being mode is one which is avoiding autopilot system. Then what is autopilot system? Autopilot system is one, നമ്മൾ അറിയാതെ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. എന്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പല ആൾക്കാരും, ഇപ്പൊ എനിക്ക് തന്നെ 2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വൈകിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പെട്രോളിന്റെ ഇൻഡിക്കേറ്റർ കാണുമ്പോൾ ഓക്കെ ഇറ്റ് സ്റ്റാർട്ടഡ് ഡിപ്പിംഗ്, ദെൻ ഐ വിൽ ഫിൽ ഫ്യൂൽ ഇൻ മൈ കാർ. എൻ്റെ വണ്ടിയിൽ ഞാൻ പെട്രോൾ അടിക്കും. ഞാൻ പെട്രോൾ അടിക്കാൻ ഒരു ഫിക്സഡ് പെട്രോൾ ടാങ്ക്, മീൻസ്
വാട്ട് യു കോൾ ദാറ്റ് പെട്രോൾ ബങ്കിലാണ് ഞാൻ റെഗുലറായിട്ട് പോകുന്നത്. അവിടെ വലിയ മായങ്ങൾ ചേരാത്തത് പെട്രോൾ ബങ്ക് എന്നാണ് പറയുന്നത്. കൊള്ളാം, ഇറ്റ്സ് നിയർലി ഓക്കെ. അവിടെ ചെല്ലുമ്പോൾ അതിനുവേണ്ടി ഒരു 5 കിലോമീറ്ററിന് അങ്ങപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ആ പർട്ടിക്കുലർ പെട്രോൾ ബങ്കിൽ വന്ന് അടിക്കാറുണ്ട്. ഞാൻ ആ പെട്രോൾ ബങ്കിലാണ് റെഗുലറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് പ്രോബ്ലി 18+ ഇയേഴ്സ്. ഓക്കെ, അൺഅവോയ്ഡബിൾ ആയിട്ട് വേറെ എവിടെയെങ്കിലും കുടുങ്ങുവാണെങ്കിൽ കുറച്ച് ഷോർട്ട് എമൗണ്ട് മാത്രമേ അടിക്കുള്ളൂ, ബാക്കി ഇവിടെ വന്ന് ഫില്ലപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫില്ലപ്പ് ചെയ്യണമെന്ന് എൻ്റെ ഓഫീസിലിരുന്ന് പ്ലാൻ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ അറിയാതെ ഞാൻ ഓട്ടോ പൈലറ്റ് മോഡിൽ കിടക്കുന്ന സമയങ്ങളിൽ എന്ത് സംഭവിക്കും? പെട്രോൾ ബങ്ക് ക്രോസ് ചെയ്ത് 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ കഴിയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, മൈ ഗാഡ്, ഐ സ്കിപ്ഡ് ഇറ്റ്. ഞാൻ പെട്രോൾ അടിക്കാമെന്നല്ലേ മനസ്സിൽ വിചാരിച്ചത്, അടിച്ചില്ലല്ലോ എന്ന്. ദാറ്റ് മീൻസ് on that particular time my autopilot mode was active. ഇപ്പൊ എന്താണ് ആക്റ്റീവ് ആയിരിക്കുന്നത്? ഓഫീസിലിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ വണ്ടി നോർമലി നിർത്തുന്നത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാണ്. ആ രീതിയിൽ അത് മിണ്ടാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം നോട്ട് ഇൻ ദ ബീയിങ് മോഡ്, ഐ വാസ് ഡൂയിങ് മോഡ്. ഐ വാസ് ഇൻ ദ ഡൂയിങ് മോഡ്. അപ്പോൾ ഡൂയിങ് മോഡിലാണെങ്കിൽ എൻ്റെ മൈൻഡ് അതിനകത്ത് ഇൻവോൾവ് അല്ല. ഇറ്റ് വാസ് ക്യാരി ഓൺ moving on the driving area. But when I recollect on, or when I switch over to being mode, I realize that ഞാൻ പെട്രോൾ അടിക്കാൻ വിട്ടുപോയി. പിന്നെ കുറച്ചുകൂടെ മുമ്പ് പോയി U-turn അടിച്ച് തിരിച്ച് വന്ന് once again U-turn അടിച്ച് പിന്നെ ഈ പെട്രോൾ ബങ്ക് കയറി പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകും. This is what the difference between being mode and doing mode. Doing mode എന്ന് പറയുന്നത് മനുഷ്യർ എല്ലാവരും എന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മുടെ കൺട്രോൾ ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. എന്താണ് കറക്റ്റായിട്ട് ചെയ്യും? വെൻ ഐ ഡ്രൈവ് ദ കാർ, എവിടൊക്കെ സിഗ്നൽ പോയിന്റ്സ് ഉണ്ടെന്ന് അറിയാം. എൻ്റെ കണ്ണ് ആ സിഗ്നൽ പോയിന്റ് നോട്ടീസ് ചെയ്യും, സിഗ്നൽ പോയിന്റ് അനുസരിച്ച് നിർത്തും. ബട്ട് ആം ഐ ഡൂയിങ് വോളണ്ടറിലി? I suspect myself. There's activities many a times are involuntary activities. എന്താണ് ഇൻവോളണ്ടറി? അവിടെ ചുമന്ന ലൈറ്റ് കണ്ടാൽ എൻ്റെ വണ്ടി നിർത്തണം എന്നറിയാതെ എൻ്റെ കൈ ഗിയർ മാറ്റുന്നു, എൻ്റെ കാല് ബ്രേക്ക് ചവിട്ടുന്നു, വണ്ടിയെ നിർത്താൻ ശ്രമിക്കുന്നു, വണ്ടി നിർത്തുന്നു. ബട്ട് ഇഫ് ഐ അറ്റൻഡ് ടു ദാറ്റ്, that is said to be being mode. If I am in being mode, I will get more awareness of my driving. I will get more awareness. There is, yes, within 10 meters, I am getting petrol bunk. Within 10 meters, if I get petrol bunk, I have to turn the vehicle to left-hand side. ഞാൻ വണ്ടി പെട്രോൾ ബങ്കിനകത്ത് കയറ്റണം, പെട്രോൾ അടിക്കണം, പെട്രോൾ ടാങ്ക് ക്ലോസ് ചെയ്യിപ്പിക്കണം, കാർഡ് കൊടുക്കണം, ക്ലിയർ ചെയ്ത് ഞാൻ പുറത്തിറങ്ങണം എന്നൊക്കെ ഓരോ മൊമെന്റിലും ഇഫ് ഐ ഗെറ്റ് അവയർനെസ്, ഐ കം ടു ബീയിങ് മോഡ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ സമയത്തിലും ഓട്ടോ പൈലറ്റ് മോഡിലാണ് പോകുന്നത്. വാട്ട് ഈസ് ഓട്ടോ പൈലറ്റ് മോഡ്? ഓട്ടോ പൈലറ്റ് മോഡ് ഈസ് എ മോഡ് എയ്റോപ്ലെയിനിലെ നോർമലായിട്ട് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കറക്റ്റ് ഒരു കോഴ്സ് ഡയറക്ഷന് സെറ്റ് ചെയ്ത് കറക്റ്റ് ഹൈറ്റ് അല്ലെങ്കിൽ 4000 feet AGL അബവ് ഗ്രൗണ്ട് ലെവലിൽ ഫ്ലൈറ്റ് സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു ലെവലിൽ വെച്ച് കടലിന് മുകളിലോ അല്ലെങ്കിൽ നാട്ടിന് മുകളിലോ എവിടെയോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ശല്യമല്ല. ദെൻ ഓപ്പോസിറ്റ് റെസിപ്രോക്കൽ ട്രാഫിക് ഈസ് ഓൺ 6000 feet AGL, ഐ ആം ഓൺ 4000 feet AGL. അങ്ങനെ ആകുമ്പോൾ എന്നെ ഒരുത്തനും ഇടിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം സെക്കൻഡ് പൈലറ്റ് മീൻസ് കോക്പിറ്റിൽ കൺട്രോൾ, ടേക്ക് ഓവർ ദ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പൈലറ്റ് ഇങ്ങോട്ട് മാറുന്ന സമയത്ത് ഓട്ടോ പൈലറ്റ് മോഡിൽ ഇട്ടിട്ടാണ് വരുന്നത് നോർമലി എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതെല്ലാം ചെയ്യും. ഇപ്പോൾ പല കാറുകളിലും ക്രൂയിസ് മോഡ്, CRUISE ക്രൂയിസ് എന്നൊരു മോഡ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള 4th gen കാറുകളിലെല്ലാം ഉണ്ട്. അതിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 110 km/h എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ അടിച്ചു പോയിക്കൊള്ളും. നമുക്ക് ബ്രേക്ക് ചവിട്ടുന്നതിന് അല്ലെങ്കിൽ മോഡിന് മാറ്റിയിട്ടാണ് ബ്രേക്ക് ചവിട്ടുന്ന വേണ്ടി ആവശ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിയറിംഗ് എല്ലാം സെയിം ലെവലിൽ ഓടിക്കൊണ്ടിരിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് ബിഹേവിയർ ഓഫ് എ ഹ്യൂമൻ ഈസ് സെഡ് ടു ബി ഓട്ടോ പൈലറ്റ് മോഡ് ആർ ഡൂയിങ് മോഡ്. ആ ഡൂയിങ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നാണ് നമ്മുടെ സൈക്കോളജി ആർ ബ്രെയിനിൽ പറയുന്നത്. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്, DMN, ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക്.
അതിന് പകരം നമ്മൾ ബീയിങ് മോഡിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ബീയിങ് മോഡ് ഈസ് സെറ്റ് ടു ബി ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക്, TPN. ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ ആക്ടിവിറ്റീസും നമ്മുടെ ബ്രെയിനിനകത്ത് കയറി റീ എനാക്ട് ചെയ്ത് വൺസ് അഗൈൻ ക്ലിയർ ചെയ്താണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ഞാൻ പല സമയങ്ങളിൽ ചോദ്യം ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഒരു 10 അടിക്ക് അങ്ങപ്പുറത്ത് ഒരു സർപ്പം നിന്നാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ സർപ്പം എന്ന് കണ്ണ് കണ്ട് അത് ബ്രെയിനകത്ത് വിട്ട് അത് ഹിപ്പോ ക്യാമ്പസിലെ ക്രോസ് ചെക്ക് ചെയ്യാൻ വിട്ട് ഹിപ്പോ ക്യാമ്പസ് മെസ്സേജ് ആ ഇൻഫർമേഷനെ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൽ കൊടുത്ത് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് റൈറ്റ്ലി ഡിസൈഡ് ചെയ്ത് അത് വെറും പാമ്പല്ല, അത് വെറും കയറാണ്, അല്ലെങ്കിൽ വെറും കാറ്റടിച്ചത് കൊണ്ട് അനങ്ങിയതാണ്, അല്ലെങ്കിൽ പാമ്പാണ്, അല്ലെങ്കിൽ സർപ്പമാണെന്ന് അത് ഡിസൈഡ് ചെയ്ത് നമുക്ക് തരുന്നതാണ് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക്. അതല്ല നമ്മൾ കാണുന്നതെല്ലാം പാമ്പ് എന്ന് പറഞ്ഞാൽ അറണ്ടവനെ ഇരുണ്ടതെല്ലാം പെയ്യുന്നു ഞങ്ങളുടെ നേരത്തിൽ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പേടിച്ച ഒരു മനുഷ്യനെ രാത്രി ഈ ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ മരത്തിലുള്ള ഈ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാൽ പോലും അത് ഭൂതം പ്രേതമാണെന്ന് പേടിക്കുമെന്ന് പറയുന്ന ഒരു ചൊല്ലാണ്. അതെന്ന് പറഞ്ഞാൽ ഓട്ടോ പൈലറ്റ് മോഡാണ്. സോ ഇഫ് യു ആർ അവെയർ ദാറ്റ് യു ആർ മൂവിങ് ഓൺ ദ നൈറ്റ് where dark is prevailing, അതിനകത്ത് ഇലകൾ അനങ്ങുവാണെങ്കിൽ ആ ഡാർക്കർ മൂവ്മെന്റ് ഹാസ് ടു ബി ലീവ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് അവെയർ ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെറ്റ് ടു ബി ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക്. അപ്പോൾ ഈ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കിലോട്ട് നമ്മൾ ചാടുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്സിലുള്ള അവയർനെസ്സിലോട്ട് വരുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് അവയർനെസ്? അവയർനെസ് ഇസ് ദിസ്. ഒരു സെക്കൻഡ് സർ, ഐ ആം ഓൺ എ സെഷൻ. ഷാൽ ഐ കോൾ യു ആഫ്റ്റർ സം? ഓക്കെ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ഇസ് അവയർനെസ് ഓഫ് വൺസ് ഇന്റേണൽ സ്റ്റേറ്റ്. അവയർനെസ് ഓഫ് എക്സ്റ്റേണൽ ബോഡി കണ്ടീഷൻ അല്ല, ഇന്റേണൽ ബോഡി കണ്ടീഷൻ ആണ്. ഇന്റേണൽ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് എമോഷണൽ ആർ ഇറ്റ്സ് ഫീലിംഗിനെ കുറിച്ച് ചിന്തിക്കുന്ന, ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ ദേഷ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് ചെയ്തു കഴിഞ്ഞാൽ കാം ആകില്ലേ? അവന് ദേഷ്യം വരത്തില്ലേ? വരത്തില്ലല്ലോ. അതല്ലാതെ അവൻ ആർക്കും ഒരു റെസ്പോൺസും പ്രോപ്പറായിട്ട്, ആരും എന്തെങ്കിലും ചീത്ത വിളിച്ചാലോ ഇതാണെങ്കിൽ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കില്ലേ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അല്ല. If somebody thought that a mindfulness person will not respond, he will be ever adhering all the softness, all the calmness, and he will not respond എന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നാൽ, ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ വായിച്ച തിയറി അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, a mindfulness person will react faster than any other normal person. പിന്നെ മൈൻഡ്ഫുൾനെസ് എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇവൻ ഇത്രയും ദേഷ്യപ്പെടാൻ. യെസ്, ബട്ട് where are you going to get advantage is the resilience will be faster. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ ഞാൻ മതിലിൽ എറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എത്രയും ഫാസ്റ്ററായിട്ട് എന്നെ നോക്കി തിരിച്ചു വരുന്നതോ അതേപോലെ റീബൗണ്ടിങ് എഫക്റ്റിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് എത്ര ഫാസ്റ്ററായിട്ട് ദേഷ്യം വരുന്നോ അത്രയും ഫാസ്റ്ററായിട്ട് ഞാൻ സീറോയിലോട്ട് വരും. ദ മീൻ വൈൽ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ നോർമലായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ദെൻ ഐ വിൽ ഷിഫ്റ്റ് ആർ സ്വിച്ച് ഓവർ ടു റെസ്പോൺസ് മോഡ്. അപ്പം വെൻ യു ആർ മോർ അവെയർ you will shift to response mode. How is it possible? It is because the spike moves faster and the spike drops faster. മറ്റേ ഏതൊരു മനുഷ്യനും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം കുറേ സമയം ഇങ്ങനെ നിന്ന് ആണ് താഴോട്ട് പോയി മീൻസ് 30 degrees, 25 degrees, 20 degrees, 15 degrees, 10 degrees and 0 degree എന്ന് വരണമായിരിക്കും. But a mindfulness practitioner will have 90 degrees straight hike and within
1 or 2 seconds or 10 seconds or 15 seconds or 30 seconds, his drop will be immediately from 90 to 70 to 30 to 0. This is the advantage you are going to have in case if you practice awareness or mindfulness. So I will say once again, mindfulness is awareness, one's internal state and surroundings. It avoids destructive or automatic habits. ഞാൻ അതാണ് ഓട്ടോ പൈലറ്റ് മോഡിനെ കുറിച്ച് പറഞ്ഞത്. ഓട്ടോമാറ്റിക് ഹാബിറ്റ്സിനെ ഇത് അവോയ്ഡ് ചെയ്യും, അപ്പോൾ ഡിസ്ട്രക്റ്റീവ് തിങ്കിങ്ങിനെ അവോയ്ഡ് ചെയ്യും. ആൻഡ് responses by learning to observe their thoughts and emotions. അതുകൊണ്ടാണ് ഇതിൽ നോർമലി ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ 5 ഏരിയയിലാണ് ചെയ്യിപ്പിക്കുന്നത്. 1, his own breath. 2, his own body limbs. 3rd, thoughts. 4th, emotions. And 5th is surroundings. ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ ഈ 5 എണ്ണം ചെയ്യുമ്പോൾ almost you are touching all the area. അതിന് എന്താണ് ഏരിയ? By learning to observe their thoughts and emotions, other present moments, experience without judging or reacting to them. അതാണ് സംഭവം. So ഇതിനകത്ത് നല്ല നല്ല വാക്കുകളാണുള്ളത്. വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് or reaction, thought and emotion. So normally mindfulness tells you to drive your thoughts, drive your emotions in the manner you want it. നമുക്ക് എങ്ങനെ ആവശ്യമോ അങ്ങനെ നമ്മുടെ എമോഷനെ ചെയ്താൽ ഒരാള് എന്നെ നോക്കി ഡാഷ് ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ മുമ്പിലുള്ള പല്ലിനെ കാണിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ശേഷി വരും. എന്താന്ന് വിചാരിക്കും ഞാൻ? അയ്യോ, അവൻ സ്വന്തം പേര് വിളിച്ചു പറയുന്നു എന്ന് ഞാൻ അടുത്ത മിനിറ്റ് എനിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കും. അവൻ എന്നെ നോക്കി ദേഷ്യത്തിൽ ഡാഷ് ഡാഷ് മോനെ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ ലോഡ് ചെയ്യുന്നത്, സിൻസ് ഐ ആം അവെയർ ദാറ്റ് somebody is telling something or communicating something to me, but when I pick up the words, it is not suiting rightly to me, then I will try to tell myself because of past positive network, അല്ലെങ്കിൽ because of my awareness, മക്കളെ അവനെ കുറിച്ച് പറയാണ്, he is trying to explain about himself. നിനക്കെന്താണോ പ്രോബ്ലം? ഇളങ്കോ മിണ്ടാതിരി എന്ന് ഞാൻ പറയുന്ന അടുത്ത സമയത്ത് എനിക്ക് പുഞ്ചിരി വരും. That can be inculcated only with the help of mindfulness. Other yoga practitioners also can do it, but they are normally not touching thought and emotions. അതുകൊണ്ടാണ് അവർ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ കുറെ സംശയത്തിലിട്ടത്. ബിക്കോസ് നമ്മളെ ഓരോരോ ആളുടെയും ബോഡി കണ്ടീഷൻസിനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി തരുന്നത് ആരെന്ന് പറഞ്ഞാൽ ഈ തോട്ടും എമോഷനാണ്. അപ്പൊ എമോഷൻസിനെ എനിക്ക് കാം ഡൗൺ ചെയ്യാൻ പറ്റും. ഈ തോട്ടും എമോഷൻസും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നതാണ്. മനുഷ്യന്റെ ബോഡിയിൽ ഫസ്റ്റ് തോട്ടാണോ വരുന്നത്, ഫസ്റ്റ് എമോഷൻ ആണോ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നും ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. എമോഷൻ വരുമ്പോൾ തോട്ടിന് ട്രിഗർ ചെയ്യും, തോട്ട് വരുമ്പോൾ എമോഷന് ട്രിഗർ ചെയ്യും. ഞാൻ ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൽ പണ്ട് സംഭവിച്ച മരണമോ അല്ലെങ്കിൽ എൻ്റെ ഉറ്റ ആളുടെ ഒരു മരണം സംഭവിച്ചപ്പോൾ എന്തൊക്കെ എമോഷൻസ് എനിക്ക് വന്നിരുന്നോ ആ എമോഷൻസ് എല്ലാം റീപ്ലേ ചെയ്യും. അല്ലെങ്കിൽ അവിടെ ഒരു എമോഷണൽ ആക്ഷൻസ് ഞാൻ ഉൾക്കൊള്ളുമ്പോൾ എൻ്റെ തോട്ടുകൾ ഓടി വന്ന് എൻ്റെയും എമോഷൻസ് മാറ്റും. അത് പല സമയങ്ങളിലും മെനി സയൻറ്റിസ്റ്റ് സേ ദാറ്റ് എമോഷൻ ടച്ചസ് ഫസ്റ്റ്, but I read somewhere else thoughts also comes first. So it is been declared by our team that thought അല്ലെങ്കിൽ എമോഷൻ രണ്ടിൽ ഏത് വേണമെങ്കിലും വരാം. പക്ഷെ കൂടുതൽ 60% ടൈം എമോഷൻസ് വരുന്നതായിരിക്കും കൂടുതൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വന്നാൽ നമ്മുടെ എമോഷൻസിനും നമ്മുടെ തോട്ടിനും
നമുക്ക് ഒരു കടിഞ്ഞാൻ ഇട്ട് വെക്കാൻ ശീലിക്കുവാണെങ്കിൽ, എങ്ങനെ കടിഞ്ഞാനിട്ട് കയറിൽ കെട്ടി ഇവിടെ വയ്ക്കുന്നതല്ല, അങ്ങനെ വെച്ചാൽ കയറിനെ പൊട്ടിച്ച് അത് ചാടും. അതിന് പകരം അതിന് മെരുക്കിയെടുക്കുക. ആനയിനെ മെരുക്കിയെടുക്കുന്നത് പോലെ നമ്മുടെ തോട്ട്സിനും നമ്മുടെ എമോഷൻസിനും മെരുക്കിയെടുത്ത് ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ലിവ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇറ്റ് വിൽ റെഡ്യൂസ് സ്ട്രെസ്, ഇറ്റ് വിൽ റെഡ്യൂസ് ആങ്സൈറ്റി, ഇറ്റ് വിൽ ഈവൻ റെഡ്യൂസ് പെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ദേഹത്ത് വേദനിക്കുന്നത് പോലും കുറയും. എങ്ങനെ? ഇഫ് സംബഡി ടോക്സ് അബൌട്ട് മീ സം ഫിൽത്തി ഓർ സംതിങ്, അതിനെ ഞാൻ ഉൾക്കൊണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പം വരത്തില്ല. എൻ്റെ ദേഹത്തിനകത്തുള്ള പെയിൻ മാറും. വെദർ ഇറ്റ്സ് എ ഫിസിക്കൽ പെയിൻ ഓർ ഇറ്റ് ഇസ് മെന്റൽ പെയിൻ വിൽ ബി ആൾസോ മിനിമം. ദെൻ ഐ ക്യാൻ മൂവ് ഔട്ട് ഓഫ് ഈവൻ അഡിക്ഷൻ. എന്ത് അഡിക്ഷൻ? കള്ളടിക്കുന്ന അഡിക്ഷൻ, അല്ല പോണോഗ്രാഫി അഡിക്ഷൻ. എനിക്ക് വേറൊരു അഡിക്ഷൻ ഉണ്ട്. ഞാൻ ഒരു ദിവസം മിനിമം ഒരു 15 തൊട്ട് 16 ചായയെങ്കിലും, ചായ ആർ കോഫി, ബോത്ത് മിക്സ്, എനിത്തിങ്, ചായയോ കോഫി എന്തെങ്കിലും. പിന്നെ കറയെ വന്ന് ഞാൻ ചായയും കോഫിക്ക് പകരം വെറും ചൂടുവെള്ളത്തിന് ചൂടാക്കിയിട്ട് ദിസ് ഇസ് കോഫി എന്ന് പറഞ്ഞ് ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അഡിക്ഷനിലിരുന്ന് കുറച്ചൊക്കെ പിന്നെ ആയപ്പോൾ മാറി, ബൈ പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്. അപ്പം അഡിക്ഷൻ മീൻസ് എനിത്തിങ്. ഇപ്പോഴൊക്കെ സെൽഫോൺ അഡിക്ഷൻ ആണ് ദ മേജർ അഡിക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്നത്. ആരെങ്കിലും ഒരാൾ 3 ദിവസം അവരുടെ ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഗൈ ഈസ് നോട്ട് ഹാവിങ് അഡിക്ഷൻ. കൈൻഡ്ലി യു ക്യാൻ ചെക്ക് ഇറ്റ് അപ്പ്. നിങ്ങൾ 3 ദിവസം സെൽഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. യു ടെൽ ഓൾ യുവർ ഫ്രണ്ട്സ്, ദിസ് ഇസ് മൈ ലാൻഡ് നമ്പർ 0484 or 04830473 and such. This is my land number. Call in case of emergency alone. അല്ലെങ്കിൽ ഡോണ്ട് കോൾ മീ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആർ യു ഫോൺ അഡിക്റ്റ് ഓർ നോട്ട് എന്ന് മനസ്സിലാവും. സോ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ അഡിക്ഷനിലിരുന്ന് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഞാൻ കുറച്ച് ആദ്യം പറഞ്ഞതെല്ലാം അഡിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അഡിക്ഷൻ ആണ്. ബട്ട് ഈ ഫോൺ അഡിക്ഷനും ഒരു വല്ലാത്ത അഡിക്ഷനാണ്. ആ അഡിക്ഷനിലിരുന്നും താങ്കൾ പീരിയോഡിക്കലി മാറാൻ ശ്രമിക്കുക. എവറി ഡേ എവറി പേഴ്സൺ ക്യാരീസ് എ സെൽ ഫോൺ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്, ഹി ഈസ് എ ഫേമസ് സൈക്കാട്രിസ്റ്റ് ഇൻ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ആ മനുഷ്യൻ്റെ കയ്യിൽ വാട്സപ്പ് എല്ലാം ഉള്ള ഒരു ഫോണുണ്ട്, അല്ലാതെ 1200 രൂപയുടെ ഒരു ഫോണുണ്ട്. ആ ഫോണ് എടുത്തോണ്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പം വരുമ്പോൾ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ചോദിച്ചു, സാറേ ഒരു മര്യാദയില്ലേ, ഇത്രയും വലിയ പ്രൊഫസറായി 1000 രൂപയുടെ ഫോണെ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലല്ലോ, ഞാൻ അഡിക്റ്റായി പോയി കുറേ സമയങ്ങൾ. അഡിക്റ്റിലിരുന്ന് മാറ്റാൻ വേണ്ടിയാണ്. ഇൻ കേസ് ഇഫ് എനിബഡി വാണ്ട്സ് ലെറ്റ് ദം ഗിവ് മീ ഓൺലി വോയിസ് കോൾ. ഒരു വീഡിയോയും ഒരു ടെക്സ്റ്റും ഞാൻ കാണാറില്ല. SMS പോലും അതിൽ ഞാൻ വായിക്കില്ല. ഓൺലി ഫോർ പ്യൂർലി വോയിസ് കോൾ, ദാറ്റ് ടു ഫോർ അപ്പോയിൻമെന്റ് ഓർ സംതിങ് എൽസ്. ഇങ്ങനെ ഒരു വലിയ മേജർ ഡോക്ടർ, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്ലോസ് ഹിസ് നെയിം ആൻഡ് ഓൾ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം ഇഫ് ഐ ടെൽ ദീസ് ഓൾ തിങ്. സോ ഞാൻ പല ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പല ദിവസങ്ങളിൽ ഫോണില്ലാതെ, ഓഫീസ് ഓഫീസിൽ ഉള്ളതിന് മാത്രം ഞാൻ കയ്യിൽ വെച്ചെടുക്കും. അതിലും ഞാൻ പല സമയങ്ങളിൽ എൻ്റെ ടേബിളിൽ ഇട്ടിട്ട് മാറും. അതുകൊണ്ടാണ് സാബു സാർ 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് എന്നെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ സാർ? അപ്പോൾ ഫോണുകളെല്ലാം ഞാൻ ടേബിളിൽ ഇട്ടിട്ട് ഐ ഗോ ഫോർ ഹാഫ് ആൻ അവർ ഓർ 45 minutes സംതിങ് എൽസ്, സം അതർ ഡിസ്കഷൻ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, എന്തെങ്കിലും പ്രോബ്ലം റെസൊല്യൂഷൻ, അതിനൊക്കെ പോകുമ്പോൾ ഫോൺ പല സമയങ്ങളിൽ കയ്യിൽ വയ്ക്കാറില്ലാത്തത് എന്താന്ന് പറഞ്ഞാൽ, ഐ ഷുഡ് ബി അവോയ്ഡിങ് മൈ ഫോൺ അഡിക്ഷൻ എന്നൊരു ചിന്തയിലാണ് അത് ചെയ്തത്. ദാറ്റ് ഈസ് പോസിബിൾ ഇൻ കേസ് ഇഫ് യു ഡു യുവർ മൈൻഡ്ഫുൾനെസ് പ്രോപ്പർലി. എങ്ങനെ? ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ്, ഇറ്റ് റെഡ്യൂസസ് ആങ്സൈറ്റി. അത് രണ്ടും പ്രൂവൺ ആണ്. ജോൺ കബട്സ് എന്ന് പറഞ്ഞാൽ മസച്ചൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം MBSR പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ് ആയിട്ട് കൊണ്ടുവന്നതാണ് ഈ മൈൻഡ്ഫുൾനെസ് തന്നെ. ദാറ്റ് മീൻസ് മൈൻഡ്ഫുൾനെസ് എങ്ങനെ വന്നു ഈ ലോകത്തിൽ? അദ്ദേഹം കണ്ടെത്തിയ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ്. അപ്പോൾ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഓട്ടോമാറ്റിക്കലി പോകും. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ആണ് ഡിപ്രഷൻ. വെൻ ദ സ്ട്രെസ് പ്രൊലോങ്സ് ഫോർ
months together or weeks together, it switches over to depression. That means, and a secondary level of stress becomes a depression. അപ്പം ഡിപ്രഷനും മാറ്റാം. ദെൻ ബട്ട് ഒറ്റ കാര്യമാണ് ഞാൻ ഇന്ന് വായിക്കുമ്പോൾ എസ്പെഷ്യലി റീറീഡ് ചെയ്തപ്പോൾ പെയിനിന് പോലും പെയിൻ വായിക്കും മാറുമെന്നൊക്കെ ഞാൻ പഠിച്ചു. പക്ഷെ ഇന്ന് ക്ലിയർ ആയിട്ട് ബിഗിനേഴ്സ് മൈൻഡിൽ വായിച്ചപ്പോൾ once again I could understand and recollect myself that പെയിനിനെ മാറ്റും. പെയിൻ എങ്ങനെ മാറ്റും എന്ന് പറഞ്ഞാൽ ഇതാണ്, വെൻ ഐ റീച്ച് കാംനെസ്. ഒരാൾ എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടുന്നത് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ എമോഷണൽ സ്റ്റേറ്റ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഞാൻ കല്ലെടുത്ത് എറിയാൻ പോകുന്നു, അല്ലെങ്കിൽ പിച്ചാത്തി എടുത്ത് കുത്താൻ പോകുന്നു, അല്ലെങ്കിൽ വെട്ടുകത്തി എടുത്തുകൊണ്ട് ഓടുന്നു, അവൻ്റെ പുറകിലെ അവൻ ഓടുന്നു. ഇതെല്ലാം സംഭവിക്കാതെ ഇരുന്നാൽ I am moving in the mindfulness. Yes, I get calmness. When I get calmness, his words has not pinched me. It has not brought any pain. ഞാൻ ആ രീതിയിലോട്ട് കണ്ട്. Then further, it reduces relapse of major depression. Moderate അല്ല, മേജർ ഡിപ്രഷനെ പോലും ആ റിലാപ്സിനെ തടയുന്നതാണ് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ ഇന്ന് വായിച്ചത്. പ്രോബബ്ലി സാർ എനിക്കൊരു അവസരം തന്നപ്പം എൻ്റെ ബിഗിനേഴ്സ് മൈൻഡ് ഒന്നുകൂടെ വർക്ക് ചെയ്ത് ഞാൻ കൊച്ചു പയ്യനായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഇരിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടി. അതിൽ ഞാൻ ഈ അമിഗ്ഡല ഹൈജാക്കോ, ഇൻസുലയോ അല്ലെങ്കിൽ ഹൈപ്പോ തലാമസിനെയോ കുറിച്ച് ഒന്നും ലിങ്ക് ചെയ്യാതെ, കാരണം ഇതിനിടയ്ക്ക് ഹൈപ്പോ തലാമസിനും അല്ലെങ്കിൽ ഹൈപ്പോ തലാമസിനും അല്ലെങ്കിൽ ഇൻസുലയും അമിഗ്ഡലയ്ക്ക് വരാൻ പോകുമ്പോൾ ഐ ഹാവ് നോട്ട് യെറ്റ് റെഡ് അമിഗ്ഡല, ലെറ്റ് മീ റീഡ് ഇറ്റ് ആഫ്റ്റർവേഴ്സ് എന്ന് മൈൻഡിൽ പറയുമ്പോൾ ഇനീഷ്യൽ ഡെഫിനിഷൻസ് ആർ 5ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് ഡെഫിനിഷൻ ഓഫ് മൈൻഡ്ഫുൾനെസ് വന്നതുപോലെ എനിക്ക് തോന്നി. ഐ റിയലി ഫീൽ ഹാപ്പിയർ ടു കം ബാക്ക്. ഇപ്പോഴത്തെ പുതിയ ഒരു ഫ്രൈസസ് ഓഫ് അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏരിയയിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി ഉള്ള ഒരു വാക്ക് ഞങ്ങൾ കണ്ടെത്തിയതാണ് ബാക്ക് ടു ബേസിക്സ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ബാക്ക് ടു ബേസിക്സും വിത്ത് ഹെൽപ്പ് ഓഫ് AI പ്രോംപ്റ്റിംഗ്, ഈ 2 വേർഡാണ് ഹെവിലി എല്ലാ സ്ഥലത്തും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോംപ്റ്റിംഗ്, വേറൊന്ന് ബാക്ക് ടു ബേസിക്സ്. അപ്പം ബാക്ക് ടു ബേസിക്സിലോട്ട് ഞാൻ തിരിച്ച് ചിന്തിച്ചപ്പോൾ ഐ തോട്ട് അറ്റ് okay, I will go back to basics. How to go back? Then I will become beginner's mind. I will run with the beginner's mind. If I run with the beginner's mind, I will have different experience of awareness, different experience of attention, different experience of moment to moment experience. Yes, perhaps without prejudgment, it's all moves on. Then I have not yet thought let go. Let go വരെ എത്താതെ ബിഗിനേഴ്സ് മൈൻഡിനെ മാത്രം ചിന്തിച്ചപ്പോൾ ഇത്രയും ഒരു സുന്ദരമായ ഒരു ഏരിയ എനിക്ക് കിട്ടിയല്ലോ, എനിക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് തോന്നി. I really feel excited. I hope that I will ask anybody got any confusion or anybody got any extra word than yesterday. ഒന്നുകൂടെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് again we will go with our practice or our discussion on further whatever you feel it. ഞാൻ ഈ 2 ലൈനിലാണ് മൈൻഡ്ഫുൾനെസ്സിനെ വായിച്ചു. Means probably 1 page only. I read it on 3 different definitions. 3 അല്ല, 1 2 3 4 definitions. 4 definition കൂടെ ഞാൻ തിരിച്ചു കിട്ടിയത്. Thanks a lot. Okay, before that I will ask any query or any doubt or anywhere. Of course, സാറ് പറഞ്ഞതുപോലെ എനിക്ക് മൈൻഡ്ഫുൾനെസ്സിനെ കുറച്ച് വ്യത്യസ്തമായ ആംഗിളിൽ കൂടെ പലർക്കും ആൻസർ ചെയ്യാൻ പറ്റും. I may not be a right guide for answering on a pre-defined mode, because ഞാൻ pre-defined എല്ലാം reading with pre-judgment എന്നാണ് ഞാൻ എടുക്കുന്നത്. So I take a statement, put it in my body, I see my different outputs of my thought process, my emotions, and I try to define it. ഇതാണ് എനിക്ക് മൈൻഡ്ഫുൾനെസ് എന്നെ പഠിപ്പിച്ചത്. ബി അവെയർ ദാറ്റ് യു ആർ ട്രൈങ് ടു ഡിഫൈൻ ഇറ്റ്. ഓക്കെ, റൈറ്റ്. മറ്റാൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ആയിക്കോട്ടെ, അത് അങ്ങേർക്ക് ഹി ഹാസ് എ ലിബർട്ടി ടു ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻ ദാറ്റ് ഫാഷൻ. ഞാൻ എന്തിനാ അതിനടുത്ത് ഇടപെടണം? ഞാൻ എന്താണ് തീരുമാനിക്കേണ്ടത്? ഇങ്ങനെയാണ്. ഓക്കെ, റൈറ്റ്, മൂവ് ഓൺ. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. യെസ്റ്റർഡേ ഞാൻ ഒരു കടയിൽ പോയി.
കടയിൽ പോയപ്പോൾ ഞാൻ ഇതിന്റെ ഗ്ലാസ്സിൽ കവർ മാറ്റാൻ പോയി. അപ്പോൾ ഞാൻ ഐ തോട്ട് വൈ നോട്ട് ഐ ചേഞ്ച് കവർ ആൾസോ. ഇറ്റ് ഈസ് ബീൻ പ്രോബ്ലി 8 months to 9 months ആയി ഒരു കവർ മാറ്റി കളയാം. അപ്പം എന്റെ കവർ കാണാൻ പറ്റുന്നുണ്ടോ സർ? ഓക്കെ, ഞാൻ കവറിനെ കാണിച്ചപ്പോൾ അങ്ങനെ 4 കവർ എടുത്ത് തന്ന്, ഇത് 2 ജെന്റ്സ് ഇടുന്നത്, ഇത് 2 ലേഡീസ് ഇടുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹൂ സെഡ് ദാറ്റ് ദിസ് കവർ ഈസ് ഓഫ് ലേഡീസ്? സാർ, ഈ ഫോൺ ആരും ഉപയോഗിക്കുന്നത്? ഞാനാണ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം സാറിന് അത് ഒരു ബ്ലാക്കും ഒരു വല്ലാത്തൊരു കളറുമായിരുന്നു, വിച്ച് ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ബ്ലാക്ക് ഐ വാസ് യൂസിങ് ഇറ്റ്, സോ ബ്ലാക്ക് തിരിച്ച് ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു ബ്ലാക്ക്. അപ്പം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇറ്റ് ഈസ് ലേഡീസ്, ഹൂ ഡിഫൈൻഡ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ബൈ ഓൺലി ലേഡീസ് എന്ന് ഞാൻ ചോദിച്ചു. അല്ല സാർ, അങ്ങനല്ല, കോമൺലി അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, ലോ ഓഫ് ദിസ് ഗൈ ഈസ് മൂവിങ് ഓൺ ദ ലോ ഓഫ് ആവറേജ്, ലെറ്റ് മീ ബി ഔട്ട് ഓഫ് ലോ ഓഫ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഐ ഇമ്മീഡിയറ്റ്ലി ബോട്ട് ദ സെയിം തിങ്. ഐ സെഡ് ദാറ്റ് ദിസ് വാട്ട്. എൻ്റെ ഓഫീസിൽ പോയപ്പോൾ എൻ്റെ ഒരു ഓഫീസർ ചോദിച്ചു, സാർ ഇളങ്കോ സാർ, ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നു? ഇത് ആരുടെ ഫോൺ സാർ? ഞാൻ പറഞ്ഞു, ഇതെന്താ എന്ത് കവർ? then I explained to him about law of average. സാറ് വല്ലതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞു, ഞാൻ തലതിരിഞ്ഞവനല്ലേ എന്ന് മാത്രം പറഞ്ഞുള്ളൂ. സോ if we practice ourselves in a different, without a pre-judgment mode, എന്ത് സംഭവിക്കും? ഒന്നുമില്ല. I was feeling extraordinarily happy. My missus was feeling happier with this cover. കൊള്ളാമല്ലോ, നന്നായിരിക്കുന്നല്ലോ, മൂവ് ഓൺ എന്ന് പറഞ്ഞു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത് സാർ, ഈ ഗുസ്സിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കാവൂ എന്നൊക്കെ ചിലരൊക്കെ ഡിക്ലെയർ ചെയ്യാണ്. So let us be very mindful, very right awareness and attention on the present moment. സോ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്നറിയാം. പല സാറുകളും പല ഉസ്താദ് അല്ലെങ്കിൽ എമിനന്റ് പേഴ്സണാലിറ്റീസ് ഡിഫറെന്റ് വേയിൽ എടുത്തിരുന്ന് കാണും. ഞാൻ വളരെ സിമ്പിളറായിട്ട്, because I am being taught nothing should affect you on the prejudged way. മൈൻഡ്ഫുൾനെസ് എന്നെ പഠിപ്പിച്ചത് അതാണ്, live in the present without having any prejudgment, and the prejudgment should not carry away. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വ്യത്യാസമായിട്ട് മൂവ് ചെയ്താൽ ഒരു കുഴപ്പം വരത്തില്ല. ആൻഡ് ബിയോണ്ട് ദാറ്റ് we will start to feel ourselves that we are on the present moment. അങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടെത്തിയത്. ഓക്കെ സാർ, താങ്ക് യു. വളരെ മനോഹരമായി. നമ്മൾ ഡെയിലി അല്ലേ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ സാർ അതിനെ വളരെ കൃത്യമായി ഡൂയിങ് മോഡ് ആൻഡ് ബീയിങ് മോഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളെല്ലാം അറിയപ്പെടുന്നത് ഹ്യൂമൻ ബീയിങ് എന്നാണ്, പക്ഷെ തിരിച്ചും അറിയപ്പെടാം ബീയിങ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു പാട്ട് കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ബീയിങ് ഹ്യൂമൻ ആകുമ്പോൾ നമ്മൾ ഈ മൈൻഡ്ഫുൾ അല്ലെ, ഈ പ്രസന്റ് സിറ്റുവേഷനെ കൃത്യമായിട്ട് അറിയുന്നു. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാ സാധ്യതകളെയും അല്ലെങ്കിൽ അവസ്ഥകളെയും മനസ്സിലാക്കി ഒരു ബീയിങ് ഹ്യൂമൻ മോഡിലേക്ക് മാറുന്നതാണ് സത്യത്തിൽ മൈൻഡ്ഫുൾനെസ്സിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേ. പക്ഷെ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഡൂയിങ് മോഡാണ്. അവിടെ ജനറലൈസേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്ര കൃത്യമാണ് നമ്മളുടെ ചലനങ്ങളെ അത് ബീയിങ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലേക്ക് എത്തിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ അതൊരു ഇന്നർ ഹാപ്പിനെസ് തരുന്നൊരു തലമായിട്ട് മാറും, വെറും ഡൂയിങ് ആകാതെ ബീയിങ് ആകാൻ. ഓക്കെ, അതാണ് സാറ് പറഞ്ഞതിൻ്റെ ആ എസെൻസ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് എപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കൾച്ചർ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. ഇറ്റ്സ് എ പ്രാക്ടീസ് അല്ലേ, ഇതൊരു അവയർനെസ് ആണ്. അപ്പോൾ ഈ അവയർനെസ്സിനെ കൃത്യമായിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഈ നിമിഷത്തിൽ നമ്മൾ ഹാപ്പിനെസ്സിന്റെ ആ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നില്ലെങ്കിലും കൂടുതൽ അവയർനെസ്സിന്റെ തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നമുക്ക് എത്താൻ പറ്റുന്നത്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യൂ. അതിനുശേഷം ഒരു ചെറിയ മെഡിറ്റേഷനും കൂടെ നമുക്ക് ചെയ്യാം. എനിവേ ഒരു 5 minutes ആർക്കെങ്കിലും പെട്ടെന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാണെങ്കിൽ പറയൂ. ഇപ്പൊ പറഞ്ഞ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എനിത്തിങ് സ്പെഷ്യൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു തലത്തെ കുറിച്ചും വേണമെങ്കിൽ ആകാം, പ്ലീസ്. എല്ലാവരുടെ മൈൻഡ്ഫുൾനെസ്സും സെയിം ആകണമെന്നില്ല. അതെ, എല്ലാ ചലനങ്ങളും മൈൻഡ്ഫുൾ ആക്കാം അല്ലെ? യെസ്, ഫൈസൽ പറയും.
ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവരും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് ഈ മൈൻഡ്ഫുൾനെസ്? കാരണം നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ മൈൻഡ്ഫുൾനെസ്സിലായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ നമ്മൾ ഒബ്വിയസ്ലി നമ്മളെ ഗ്രോത്ത് പാറ്റേണിൽ ഇങ്ങനെ മാറിയപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ മൈൻഡ്ഫുൾനെസ് ഇങ്ങനെ കുറഞ്ഞു വന്ന് എല്ലാവരും മൈൻഡ്ഫുൾനെസ് ആവണേ, ഇതിന് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ വശം ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പിന്നെ മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട് സർ. പ്രാക്ടിക്കൽ, ഞാനിപ്പോൾ ഇത്രയും എടുത്തത് തിയറിയാണ്, ഇനി പറഞ്ഞു തരാൻ പോകുന്നത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് സാർ പറഞ്ഞത്, ആ പ്രോസസ്സിനെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ മാറ്റുക. അതിനകത്ത് മാറ്റുന്നതിൻ്റെ ഒരു സിസ്റ്റമാണ് ഞാൻ കുറച്ചു മുമ്പ് ഒരു സെൽഫോണിനെ കവറിട്ട കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നത്. ഞാൻ ഒരു ഡൂയിങ് മോഡിലാണെങ്കിൽ ഞാൻ കറുത്ത കവർ മാറ്റി പിന്നെയും കറുത്ത കവർ തന്നെ ഇട്ടിരുന്നാണ്. അല്ലെങ്കിൽ അവർ ഡിക്ലെയർഡ് ടു ബി മാസ്കുലിൻ കളർ എന്ന് പറഞ്ഞ ഒരു കവറാണ് അവർ തന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനല്ല, ബൈ ഹിസ് ഡിക്ലറിങ് ഓഫ് ഫെമിനൈൻ കളർ ആർ ഫെമിനൈൻ കവർ എനിക്കത് മതിയെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഐ വിൽ ബി യൂസിങ് ഇറ്റ് ഫോർ സം ടൈം, നോ ഡൗട്ട്. കുറച്ചു കാലം ഞാൻ ഫ്രീ ആയിട്ട്, എന്നാൽ ഞാൻ എൻ്റെ മനസ്സിന് ഞാൻ ഡിഫൈൻ ചെയ്ത വാക്ക് അതാണ്, ഐ ഷുഡ് നോട്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ്. അപ്പൊ പ്രീ ജഡ്ജ്മെന്റില് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചു നോക്കാം. ഇപ്പോൾ ലേഡീസ് ഇടുന്ന ചുടിദാറും ഈ ലെഗിൻസും യു ക്യാൻ സി ലോങ് അറൗണ്ട് 30-40 years ബാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രേം നസീറും ശിവാജി ഗണേശനും MGRും അന്നത്തെ സിനിമയിലൊക്കെ അവർ ലെഗിൻസും ചുടിദാറുമാണ് ഇട്ടിരുന്നത്. എന്നാൽ ചുടിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് രാജവേഷം എന്ന് പറയുന്ന ഒരു ചുടിദാർ എടുത്തിട്ട് നടുക്ക് ഒരു ബെൽറ്റും കൂടെ കെട്ടിയിരിക്കും മോളിൽ കൂടെ. I may be wrong in expressing, but I could visualize only that. Sir, സാബു സാർ ശരിയാണോ സാർ? Yes, sir, yes. അന്ന് അവര് രാജാവ് എന്ന് പറയുന്നതിന്റെ വേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചുടിദാറല്ലേ അവർ ഇടുന്നത്, ഷർട്ടും പാൻറ്റുമല്ല, ഷർട്ടും മുണ്ടുമല്ല. അപ്പം ഇതിനെ സിനിമയിൽ നമ്മൾ എന്ത് കണ്ടാലും എസ് പറയുന്നു. ബട്ട് നമ്മൾ ചില സമയങ്ങളിൽ യൂസേജിൽ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നു ബിക്കോസ് ഓഫ് എ പ്രീ ജഡ്ജ്മെന്റ്. അല്ലെങ്കിൽ ഒരു ഏരിയ കൂടെ പറയാം, പ്രീ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലോ ഓഫ് ആവറേജ്. ലോ ഓഫ് ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൽ കർവ്, BELL, ബെൽ കർവ് ഒന്ന് വായിച്ചു നോക്കുക, അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. ബെൽ കർവിൽ ഈവൻ നമ്മുടെ ഷുഗർ, BP എല്ലാം, എനിത്തിങ് ആൻഡ് എവറിത്തിങ്, മെഡിക്കൽ തൊട്ട് ഏത് സയൻസ് എടുത്താലും നമ്മളെല്ലാം മാക്സിമം നമ്പർ ഓഫ് സാമ്പിൾസ് അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടിക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തിനാണ് നമ്മൾ അപ്രൂവ്ഡ് ഏരിയ ആയിട്ട് എടുക്കുന്നത്. ബാക്കിയെല്ലാം റിജക്റ്റഡ് സാമ്പിൾസ് എന്ന് പറയും. ആ റിജക്റ്റഡ് സാമ്പിൾസ് ആൾസോ സാമ്പിൾസ് വിച്ച് ഇസ് ലിവിങ് വെരി ഹാപ്പിലി ഇൻ ദ വേൾഡ്. അത് നമ്മൾ അഗ്രി ചെയ്യുന്നില്ല. പല സമയങ്ങളിൽ അതിനെ കുറിച്ച് കണ്ണടയ്ക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അങ്ങനെ അല്ല, അവർക്കും ജീവിക്കാം, ഇങ്ങനെയും ഇരിക്കാം. ഇങ്ങനെയും ഇരിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചത് നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടലില് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു ആനയിടത്ത് ചെന്ന്, എന്നെ ഇനി ചതിക്കല്ലേ, ഞാൻ വീടെല്ലാം വിട്ട് വന്ന് അനാഥയായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞപ്പം ആന കരഞ്ഞുകൊണ്ട് ഫുൾ നൈറ്റും ഈ സ്ത്രീ അവരുടെ താഴെ കിടന്ന്, മീൻസ് ആനയുടെ താഴെ ഉറങ്ങാൻ വേണ്ടി പെർമിറ്റ് ചെയ്ത് രാവിലെ 6 മണി വരെ നിന്നു എന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. But do we believe that any elephant, that wild elephant will support us? കാട്ടിനകത്തിരുന്ന് വന്നവർ ആനയാണ്, അത് സമ്മതിക്കുമെന്ന് നമ്മളുടെ ജഡ്ജ്മെന്റ് അഗ്രി ചെയ്യുമോ? ബട്ട് പ്രീ ജഡ്ജ്മെന്റ് ആവശ്യമല്ല. അവിടെ ആ സ്ത്രീ വേറൊരു ജീവിയായിട്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിയുള്ള ഒരു ഒരു എലമെന്റ്, ഒരു ഹ്യൂമൻ എലമെന്റിന്റെ വേറൊരു രൂപമായിട്ട് കണ്ടിട്ട് അതിനകത്ത് അഭ്യർത്ഥിച്ചു. ഇറ്റ് അക്സെപ്റ്റഡ്. അവിടെയും ഒരു എക്സ്ട്രാ അവയർനെസ് ആൻഡ് പ്രീ ജഡ്ജ്മെന്റ് ഈസ് ഗെറ്റിംഗ് ക്യാൻസൽഡ് എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടിയില്ലേ എന്നാണ് ഞാൻ എന്നെ റെഫർ ചെയ്തത്. ഫൈസൽ സാർ, ബെൽ കർവ് എന്ന് പറഞ്ഞ മനസ്സിലായില്ലോ സാറേ? അല്ല, ബെൽ കർവ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു കർവ് ഉണ്ട് സാർ, അത് സാമ്പിളിങ്ങിൽ വരുന്നതാണ്. യെസ് സാബു സാർ ബെൽ കർവിനെ കാണിച്ചത് കാണുക, പിക്ചറിൽ കാണുക. ബെൽ കർവ്, ദിസ് ഇസ് സോ കാൾഡ് ബെൽ കർവ്.
അപ്പം 30 -30 -20 -10 mu ആൻഡ് +10 +20 +30. നമ്മൾ ആക്ച്വലി എപ്പോഴും എടുക്കുന്നത് എല്ലാ റിസർച്ചേഴ്സും പെർമിറ്റ് ചെയ്യുന്നത് -10 to +10 ആണ്. ആൻഡ് ദേ ടേക്ക് എക്സാക്ട് വേർഡ് ഓഫ് mu ആണ് മാത്രം എടുക്കുന്നത്. ബട്ട് ബാൻഡ് വിത്ത് എടുക്കുമ്പോൾ -10 to +10 എടുക്കും. അതർവൈസ് കറക്റ്റ് വാല്യൂ, റെഫറൽ വാല്യൂ, ദാറ്റ് ഈസ് ലോ ഓഫ് ആവറേജ് എന്നാണ് അർത്ഥം. ആവറേജുകൾ എടുക്കുമ്പോൾ മാക്സിമം ഉള്ള ആവറേജ് എടുക്കും. ബട്ട് ഈ -20യും -30യും ഒരു സാമ്പിൾ ആണ്, അതും ജീവിക്കുന്നുണ്ട്, അതിൽ ഒരു കുഴപ്പമില്ല. അത് 0.1%, 2.1% എന്ന് സാർ കാണിച്ചിരിക്കുന്നു ഉള്ളു. അപ്പോൾ ടോട്ടൽ 100 പേരെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ 100 പേരിൽ 2.1% ആൾക്കാർ ഇങ്ങനെയും ജീവിക്കും. ഹൂ ഈസ് ടോട്ടലി അവന്റെ ഷുഗർ ലെവൽ എന്ന് പറഞ്ഞാൽ 60-ലോ 50-ലോ അവൻ പെർമനന്റ് ആയിട്ട് ജീവിക്കും, അവന് കുഴപ്പമില്ല. ഇങ്ങപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരിക +20 +30 2.1% people will live with 450. He will not get affected by anything. But MBBS doctor or modern medicine doctor will always talk about -10 to +10. ഡേ 100 തൊട്ട് 140 ഇടയ്ക്കേ ആകാവൂ, അതിന് മുകളിലുള്ളവനെല്ലാം പ്രശ്നക്കാരനാണെന്ന് അവർ ഡിക്ലെയർ ചെയ്യും. ദിസ് ഈസ് സോ കാൾഡ് റിസർച്ചിൽ വന്നിട്ടുള്ള ബെൽ കർവ്. ദിസ് ഈസ് ഇതിന്റെ റൂട്ട് കോസ് ഞാൻ കണ്ടെത്തിയപ്പോഴാണ് ആ റൂട്ട് കോസ് വാസ് സേയിങ് ദാറ്റ് ലോ ഓഫ് ആവറേജ്. അപ്പൊ ആവറേജിൽ അങ്ങപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ ഈ ചൂരൽ മലയിൽ കഴിഞ്ഞ ആഴ്ച കണ്ട ആന. ഇതേപോലെ ഒരുപാട് ടിപ്പിക്കൽ എക്സാമ്പിൾസ്. അങ്ങനെ ആകുമ്പോൾ അതെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തിൽ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയും. അതല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ബെൽ കർവിൽ സൈഡിലോട്ട് പോകുന്ന സാധനങ്ങൾ. ദാറ്റ് ഈസ് റിജക്റ്റഡ് സാമ്പിൾസ്. കിട്ടിയോ സാർ? ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ. അത് കുറച്ചുകൂടെ വായിച്ചു നോക്കുക. അപ്പോൾ താങ്കൾക്ക് അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുക, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ് മൈൻഡ്ഫുൾനെസ് ഓൾവേസ് ബിഹേവ്സ് മൊമെന്റ് ടു മൊമെന്റ് വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറയാനുള്ള ഒരു കാര്യത്തിനുള്ള ബേസിസ് ആണ് ഇത്. മീൻസ് നമ്മൾ എന്നും ആ പ്രീ ജഡ്ജ്മെന്റിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി വിൽ ബി ലിവിങ് ഇൻ ഓട്ടോ പൈലറ്റ് മോഡ്. We will not be coming to an awareness mode. അല്ലെങ്കിൽ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കിലോട്ട് നമ്മൾ വരത്തില്ല. വരണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇത് ഒന്നും കൊണ്ട് നടക്കരുത്. പക്ഷെ അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ? അതേ ഉള്ളൂ സാർ, അതേ ഉള്ളൂ. ഒരു മെഡിറ്റേഷന്റെ ഇതിലേക്ക് പോകാം സാർ, ഒരു ചെറിയ മെഡിറ്റേഷൻ. We will go for that meditation. സാർ ആരാണ് ചോദിച്ചിരുന്നത് സാർ? ഫൈസൽ സാറാണെന്ന് തോന്നുന്നു. ഹൗ ടു പ്രാക്ടീസ് ഇറ്റ്, ഹൗ ടു ബ്രിങ് ഇറ്റ്. ഞാൻ പ്രാക്ടീസിങ്ങിന് ഇന്ന് 5 ഇതിലും കൂടെ കാണിച്ചു തരാം. ഹ്യൂമൻ, he has to think of his breath, he has to think of his body conditions, he has to think of his thoughts, emotions and environment. ഇതിനകത്ത് നമ്മുടെ മൈൻഡിനെ ഒരു കൺട്രോൾ ചെയ്ത് ഒറ്റ സ്ഥലത്ത് ഇത് മാത്രം നിർത്താതെ എവിടെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം വയ്ക്കാമെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ പർട്ടിക്കുലർ വേ ഓഫ് ബോഡി സ്കാൻ മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, വാട്ട് ഈസ് വാട്ട് എന്ന്. ഓക്കെ, ബോഡി സ്കാൻ മെഡിറ്റേഷൻ വി ഷാൽ ഡു ഇറ്റ്. ഓക്കെ, ഫോർ ദാറ്റ് നമ്മൾ എല്ലാവരും കാൽപാദങ്ങൾ രണ്ടും ഫേമായി തറയിൽ വെക്കുക. ഇതെന്താണോ ഇങ്ങനെ വെച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ? അല്ല. ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് സിസ്റ്റം ബൈ വിച്ച് you keep your body in a stabilized manner or very right manner even if you close your eyes. നിങ്ങളുടെ കണ്ണ് അടച്ചാൽ പോലും നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് കാൽപാദങ്ങൾ രണ്ടും ഫേമായി തറയിൽ പതിച്ചു വെക്കുക. ചെരുപ്പോ ഷൂവോ ഒന്നും ഇടാതിരുന്നാൽ അത്രയും നല്ലത്. ഈ എക്സസൈസ് നോർമലി തറയിലിരുന്നാണ് ചെയ്യിപ്പിക്കുന്നത്, ബട്ട് കസേരയിൽ ഇരിക്കുമ്പോൾ കസേരാസനത്തിലും കൂടെ ചെയ്യാം. സോ കീപ് യുവർ ബാക്ക് സ്ട്രൈറ്റ്. നട്ടൽ നിവർന്നിരിക്കട്ടെ. നിവർന്നിരിക്കുമ്പോൾ ഓരോരോ വെർട്ടിബ്രയും ഇങ്ങനെ കറക്റ്റ് സ്റ്റഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിനൊന്ന് ചരിഞ്ഞ് ഇങ്ങനെ നിൽക്കും. അത് നിൽക്കാതിരിക്കട്ടെ. ദെൻ കഴുത്ത് ലെറ്റ് ഇറ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ ലെവലിൽ ഹൊറിസോണ്ടലി കണ്ണ് നട്ടു വയ്ക്കുക. ദൂരത്തില് എവിടെയോ ഒരു പർട്ടിക്കുലർ പോയിന്റ്. കൈ രണ്ടും തുറന്ന പാദവുമായി തുടയിന് മുകളിലോ അല്ലെങ്കിൽ ആംറസ്റ്റിന് മുകളിലോ വയ്ക്കുക. സോ ദിസ് ഇസ് എ ഇനിഷ്യൽ പോസ്ചർ
for doing this practice. കാൽ പാദങ്ങൾ രണ്ടും നേരെ വയ്ക്കുക, പരമാവധി 90 ഡിഗ്രീസ് ലെവലിലെ കസേരയിലിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫേം ആയിരിക്കാൻ പറ്റും. ദെൻ കൈ പാദങ്ങൾ രണ്ടും തുറന്ന നിലയിൽ തുടയിന് മുകളിലോ അല്ലെങ്കിൽ ആംറെസ്റ്റിന് മുകളിലോ വയ്ക്കുക. മുതുകെലുമ്പ് നിവർന്നിരിക്കട്ടെ, കഴുത്ത് നിവർന്നിരിക്കട്ടെ. ഫ്രണ്ടിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ തോട്ടിനും നമ്മുടെ എമോഷൻസിനും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോരോ വർക്കായിട്ട് ചെയ്യുമ്പോൾ വേറൊന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത്. മീൻസ് you shall not get disturbed by your thought, you shall not get disturbed by your emotion. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നുണ്ടോ അതിൽ മാത്രം അവെയർ ആകത്തുള്ളൂ, അത് മാത്രം അറ്റൻഡ് ചെയ്യത്തുള്ളൂ. ബി അവെയർ ആൻഡ് അറ്റൻഡ്, അതിൻ്റെ ഉദ്ദേശമാണ്, വേറെ ഒന്നുമല്ല ഇതിന്. സോ ഫസ്റ്റ് നിവർന്നിരുന്ന് കണ്ണ് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ബ്രെയിനിലും മൈൻഡ് എടുത്ത് ചോദിക്കുക, ഐ ആം ഗോയിങ് ടു ഡു എ മെഡിറ്റേറ്റീവ് പ്രാക്ടീസ്, ബോഡി സ്കാൻ മെഡിറ്റേഷൻ, കൈൻഡ്ലി ഗിവ് മീ പെർമിഷൻ എന്ന് ചോദിക്കുക, മനസ്സാൽ ചോദിക്കുക. ചോദിക്കുന്ന സമയത്ത് 1, 2, 3, 4, 5 അല്ല 10 സെക്കൻഡ്സിനകത്തോ അത് ഓക്കെ പറയും. അത് ഒന്ന് ബോഡി ട്രിമ്മായി ഒരു ലെവലിലോട്ട് സ്വിച്ച് ഓവർ ചെയ്ത് യെസ് പറയും. യെസ് പറയുന്ന സമയത്ത് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് now your duty is to only observe your breath. വേറെ അവിടെ പോകുന്ന തോട്ട്സ്, അവിടെ പോകുന്ന എമോഷൻ, അവിടെ ഇടയിൽ കിട്ടുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പോകരുത്. സോ യു ഷാൽ ബി അവെയർ ഓഫ് വാട്ട് ആർ യു ഡൂയിങ്, ആർ ബ്രീത്തിങ് ഇൻ, ബ്രീത്തിങ് ഔട്ട് എന്ന് മാത്രം. ദെൻ അറ്റൻഡ് ടു ദാറ്റ്, അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക. ആ സമയത്ത് കണ്ണടച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale. Now shift your attention to deep breathing. Inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention back to normal breathing. Inhale, exhale, inhale, exhale. Continue that. Just be aware that you are breathing, and be aware that your inhaled air is moving in. വയറ് അടിവയറ് വരെ ചെല്ലുന്നു, അബ്ഡോമൻ ആണ് വിരിയുന്നു, അവിടെ നിന്ന് പതുക്കെ ചുരുങ്ങുന്നു, ചുരുങ്ങി മൂക്കിൽ കൂടെ പുറത്തു പോകുന്നു. മാത്രം ഒബ്സർവ് ചെയ്തിട്ടിരിക്കുക. Now shift your attention to your body limbs, whatever name I am pronouncing. Bring your awareness to that particular limbs and attend in that limbs. Okay. Now the topmost head, forehead, eyes, nose, mouth,
chin, cheeks, ear, neck. Now bring your attention to the total head portion. Bring your attention to the total head portion. Now bring your attention to your shoulders. Chest. Stomach. Abdomen. Upper hand. Knee joints. Lower hand. Wrist. Palms. Fingers. Upper back. Lower back. Glute. Now bring your attention to the total torso, total body portion. Now bring your attention to your thighs. Knee joints. Legs. Angle. Palms. Fingers. Now bring your attention to the total body. Again, bring your attention to the total or whole body. So now bring back the attention to your breath. Inhale, exhale, inhale, exhale, inhale, exhale,
exhale, inhale, exhale. Now bring your attention to your thoughts. Thoughts are purely thoughts. It may be true, it may be false. So not to think about too much on the thoughts. Let the thoughts not carried away yourself. You just watch from the third party angle or eagle's eye view or drone view. How many thoughts are coming? Which type of thoughts are coming? And is it trying to disturb your body? Just casually watch as a third party. ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എങ്ങനെയാണെന്ന് ഒന്നും നോക്കണ്ട. തോട്ടുകൾ മാത്രം ചിന്തിക്കുക. എത്ര തോട്ട് വന്ന തോട്ടുകൾ വന്നതുപോലെ പോട്ട്. നിങ്ങൾ അതിന്റെ പുറകെ പോകണ്ട. Now shift your attention to your breath again. Inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to the emotions which are coming in your body. Emotions may try to disturb you. Just check the emotions volume, emotions shape, size, or its level. You can give different colors of different emotions like black, red, blue, green, yellow, orange, whatever color you feel it, you can give or you can define to different emotions, different colors. So you can check that some are bigger, some are slower, some are shorter, some are faster, some are very slower. Let that emotions come, but not disturb the body. Let it come and go. If you don't do anything, the emotions will move out as it has come. Now shift your attention back to breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring the attention to the external surroundings, different type of sounds you may have it. Start check from the distant farthest most to the nearest. You will have different sounds, different frequency, different level. Might be car, might be fan, might be somebody's whistle, somebody's talk, somebody's television, somebody's cooker or anything. Okay, start to observe. Now bring the attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring the attention back to your deep breathing. Inhale,
Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Bring your attention to your normal breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now, before opening your eyes, seek permission from your brain and mind that you have accomplished your meditation. May I open the eyes? If it gives permission, till such time, kindly wait on. If it gives permission, that time, just take your both the hands together, rub, let your palms become warm. Let the heat be produced. Keep over the eye lobes, ear lobes, and neck. Once again, over the eyelids, ear lobe, neck. And open slowly, slowly, slowly. Extreme slowly. Don't open suddenly. I hope that you all enjoyed. The method of teaching this is to ensure that you have smooth thought process and smooth emotions, and you can shift your attention from A to B, B to C, C to D, E to E, and you can do whatever you wish. The body will not overtake you. You can overtake the body's breath control even. If you thought you can have slow breathe, you can have. You want faster breathe, you can have it. You want to normal breathe, you can have it. This type of different fiddling of your breathing system will ensure, or a byproduct will be making your body aware and attent. അതാണ് മെയിൻ. ഈ അവയർനെസ്സും അറ്റൻഷനും കൂടെ മാത്രമാണ് നമ്മൾ എന്താണെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് അവരായി അത് ചെയ്യുമ്പോൾ ഡീപ്പറായിട്ട് മനസ്സിലാവും. സോ അവയർ ആൻഡ് അറ്റൻഷൻ without any prejudgment will ensure that you are on the meditative mode or mindfulness mode. That mindfulness mode will reduce your anxiety, reduce your stress, reduce your pain. It will have compassion, and the decision making will be far better than the earlier one. So decision making stronger ആകുവാണെങ്കിൽ നിങ്ങളുടെ വാഴ്ക്കയും നിങ്ങളുടെ ജീവിതം നന്നായിരിക്കും എന്നാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. താങ്ക്സ് എ ലോട്ട് സർ. താങ്ക് യു. എനിബഡി? താങ്ക് യു സർ. ഓക്കെ, ഇനി കമന്റ്സ് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. എലിസബത്ത് മാം. Yeah, it was actually the class was different from the other ones because it talked about back to basics and the doing mode and the being mode. So looking at it in a different way, mindfulness ne patti oru different angle il kaananim kekkanum experience cheyanum sir, and the meditation was also really good. Felt good about it. So thank you so much sir, it was a good experience. Thank you ma'am. Faisal, ma'am. Faisal എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മെഡിറ്റേഷൻ നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളോട് ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മള് ഒരു പെർമിഷനോട് കൂടി ചെയ്യുന്നതൊക്കെ നല്ല ഒരു ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. റിയലി അപ്രീഷിയേറ്റ് ഫോർ യുവർ മെഡിറ്റേഷൻസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സാർ എപ്പോഴും ബോഡീനെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ചിന്തിച്ച് അതിനെയും കൂടെ
കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ബോഡി നമ്മളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ സർ. സോ ബോഡി ആൻഡ് മൈൻഡ്, വൺ ഇൻസ്ട്രക്ഷൻ ബൈ മൈൻഡ് ടു ബോഡി, ഫിസിക്കലും മെന്റലും ഒരു സിങ്ക്രണൈസ്ഡ് കോ ഓപ്റ്റ് മെത്തേഡിൽ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും പെർമിഷൻ കഴിക്കണം. ഞാൻ 2 വീലർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കിൽ ഒരു പില്ലിയനെ കയറ്റി ഇരുത്തുമ്പോൾ പില്ലിയനോട് ഓക്കെ വണ്ടി വിടട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ യെസ് പറയുമ്പോഴാണ് നമ്മൾ ഗിയർ മാറ്റി മുമ്പോട്ട് പോകുന്നത്. അതേപോലെ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ബോഡി വിൽ ട്രൈ ടു സപ്പോർട്ട് യു ആൻഡ് ഇൻ ടേൺ മൈൻഡ് വിൽ ആൾസോ സപ്പോർട്ട് ദ ബോഡി. അതാണ് ഇതിൻ്റെ ഒക്കെ ഉദ്ദേശങ്ങൾ. ഇതിനകത്ത് വേറെ ഒന്നുമല്ല. ദീസ് ഓൾ ഹാസ് പ്യൂർ സയൻസ് ബാക്ക്ഗ്രൗണ്ട്. ഒരു റിലീജിയനും ഒരു കാസ്റ്റും ക്രീഡും ഇല്ല. ഈവൻ ദോ ഇതിനകത്ത് ഞാൻ സെൻ, വിപാസന, തിബത്തിയൻ എന്നൊക്കെ കുറേയൊക്കെ വായിച്ചെങ്കിൽ പോലും, ഹിന്ദു, ബുദ്ധിസ്റ്റ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, this particular modality always speaks only on science. Especially Ilango will be talking only science, not anything else. അപ്പൊ നമ്മൾ ഇതിനൊക്കെ എല്ലാ റീസൺസും ഉണ്ട്. സാർ എന്ത് റീസൺ ചോദിച്ചാലും അതിന് റീസൺ പറയാൻ എനിക്ക് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംടൈംസ് ഇഫ് ഐ ഫെയിൽ ഐ വിൽ ട്രൈ ടു ലേൺ ഫ്രം യു. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? രമാവതി മാം റെഡി? ഓപ്പന ടീച്ചർ, സ്നേഹലത മാം, ശ്രീകുമാരി മാം. യെസ് സാറേ നമസ്കാരം. കാരണം മെഡിറ്റേഷൻ സാറ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഒരു എന്താ പറയുക, നമ്മളെ മനസ്സിൽ ഇങ്ങനെ കുറച്ചു നേരം അതിന്റെ ഇടയിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായെന്ന് തോന്നുന്നു. ആരോ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് അത് പ്രശ്നമൊന്നുമില്ല. അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള, സാർ ഇപ്പൊ പറഞ്ഞത് പിന്നെ ഈ നമ്മളിപ്പം ആടുജീവിതം കണ്ടല്ലോ സാർ, അതില് അഭിനയിച്ചാണ്ടില്ല നമ്മളെ ആ അഭിനയാന്ന് സാറ് പറഞ്ഞ പോലെ ഡൂയിങ്, അതായത് നമ്മൾ ഒരു കഥാപാത്രം നമുക്ക് തന്നാൽ നമ്മൾ വെറുതെ ഇങ്ങനെ അത് ചെയ്യാന്നുള്ള, അത് ഉള്ളിലേക്ക് എടുക്കുക, നമ്മൾ ആ കഥാപാത്രത്തിന് മനസ്സിലേക്ക് എടുത്തും കൊണ്ട് മുഖത്ത് വരുന്ന, അപ്പോഴാണത് കൂടുതൽ സക്സസ് ആവുകയെന്ന്. ആ മോഡൽ വരിക സാറേ. അങ്ങനെ എടുത്താൽ മാത്രമേ കാരണം അതിപ്പം ചില കുട്ടികൾക്കാവൂല. ഇപ്പം ഒരു ബാലതാരം പണ്ട് അമ്മ മരിച്ചിട്ടുള്ള സീന്, അപ്പൊ പറയാണ് കരയുന്നു. കുട്ടിക്ക് എന്ത് കരയാനാ സാർ, ആരോ ഇങ്ങനെ ബോഡി കടത്തിയിരിക്കുന്ന, കുട്ടിക്ക് കരയാൻ പറ്റുന്നില്ല. അപ്പൊ ആ സ്പോട്ടിന് കുട്ടീന്റെ അമ്മ മരിച്ചു പറഞ്ഞിട്ട് അവിടെ കിടത്തുകയാണ്. അപ്പൊ കുട്ടി വാവിട്ട് കരയുമ്പോ പെട്ടെന്ന് അവരെ എടുത്തിട്ട് വേറെ ബോഡീനെ കിടത്തി, നടീനെ കിടത്തി. അങ്ങനെയാണ്. കാരണം കുട്ടികൾക്ക് അറിയില്ലല്ലോ. സാറ് പറയുമ്പോ ആ ഇഷ്ടത്തോട് കൂടിയിട്ട് ഞാനത് കേട്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് പിന്നെ എല്ലാ കാര്യത്തിലും പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഉള്ളിൽ ഉണ്ടായാൽ മാത്രം പോരാ, അത് പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പൊ സാറ് പറഞ്ഞത് 2 വീലറിൽ കൊണ്ടുപോകുമ്പോ നമ്മള്, അതായത് നമ്മളിപ്പോ ഒരാളെ പെട്ടെന്ന് നിർത്താൻ, ഞാൻ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഒരാൾ ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോ, ഇറിറ്റേറ്റ് ചെയ്യുമ്പോ നമ്മൾ അതിലും ദേഷ്യത്തിൽ സംസാരിക്കാൻ പാടില്ല. നമ്മൾ സാറ് പറഞ്ഞ പോലെ മനസ്സിനോട് ചോദിക്കാം, ഏയ് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ അവരോട് അപ്പൊ എന്തായെന്ന് സാറേ, നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ തന്നെ അവിടെ നമുക്ക് നല്ലൊരു സുഖം കിട്ടാം. പിന്നെ തോന്നൂല അവരോട് പറയാൻ വേണ്ടിയിട്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. നല്ല എക്സാമ്പിൾസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി പുതിയ കാര്യങ്ങളാണ് ഇന്ന് സാറിവിടെ അവതരിപ്പിച്ചത്. വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. നല്ല പ്രസന്റേഷൻ. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു. പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞ നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം പുതിയ അനുഭവങ്ങളാണ്. വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. മെഡിറ്റേഷൻ എപ്പോഴും നല്ലതാണ് മാം, എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. ഈ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന് ഫിക്സഡ് ടൈം ഒന്നും വേണ്ട. നമ്മൾക്ക് ഈ മൈൻഡ്ഫുൾനെസ് വി ക്യാൻ ഡു while walking, while eating, while bathing, while running, while writing, while taking class or anything. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഓൺലി അവെയർ ആൻഡ് അറ്റൻഡ്. ഈ അവെയറും അറ്റൻഷനും ഇൻഡയറക്ട്ലി മെഡിറ്റേഷൻ ആയിട്ട് മാറും. പക്ഷെ ഇതിന് ഇനിഷ്യലായിട്ട് ഒരു ഫോർമൽ ഡൂയിങ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. അതിലിരുന്ന് നമ്മൾ ബീയിങ്ങിലോട്ട് മാറി ഡൂയിങ് ഇറ്റ് വിൽ സ്വിച്ച് ഓവർ ടു ബീയിങ്. അപ്പം ബീയിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബീയിങ് ഇടയ്ക്ക് ഡൂയിങ്ങിലോട്ട് പോകും. അതാണ് മാഡം പറഞ്ഞത്, ഇടയ്ക്ക് എന്തൊക്കെയോ ഒരു ചുമയോ എന്തോ ഒന്ന് ഞാൻ മാറിയിരുന്നെന്ന്. അപ്പം നമ്മൾ വി കാൺ ബി പെർമനന്റ്ലി ഓൺ ബീയിങ് മോഡ്. ബീയിങ് മാറിക്കിട്ടുകൊണ്ടിരിക്കും. ബട്ട് ബീയിങ് മാക്സിമം ഇരുന്നാൽ വി വിൽ ബി സക്സസ്ഫുൾ പേഴ്സൺ. താങ്ക് യു.
ഓക്കെ, വേറെ ആർക്കെങ്കിലും anything to share? യെസ്, ഓക്കെ. അപ്പോൾ താങ്ക് യു. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. അപ്പൊ ഇന്ന് ഒരിക്കൽ കൂടി മൈൻഡ്ഫുൾനെസ്സിലൂടെ പ്രത്യേകിച്ച് ബീങ് ഡൂയിങ് വേർഷൻ തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, മറ്റൊരു പല രീതികളിലും മൈൻഡ്ഫുൾനെസ് പറയുന്നതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ട് ബീങ് ആൻഡ് ഡൂയിങ് മോഡില് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ, സിറ്റുവേഷനെ, നമ്മുടെ എൻവയോൺമെന്റിനെ തിരിച്ചറിയാനുള്ള ഒരു വലിയ സാധ്യത കിടക്കുന്നുണ്ട്. സോ താങ്ക് യു വൺസ് അഗെയിൻ Lango sir. Thank you, sir. Thanks a lot. Thank you, everyone. Thanking you. Okay. Good night. See you. Thank you, sir. Thank you very much. Thank you. Good night. Bye, sir. Bye.